വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത. ഭഗവാന്റെ ഉപദേശങ്ങൾ തുടർന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭഗവാൻ കർമ്മത്തെ കർമ്മയോഗമായി യജ്ഞഭാവത്തോടെ ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു തന്നു. പ്രകൃതിയിലെ എല്ലാ ദേവന്മാരും എല്ലാ ഘടകങ്ങളും സദാ സംഘടിതമായി സഹകരണത്തോടെ കർമ്മചക്രമായി പ്രവർത്തിക്കുന്ന വിധവും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. ലോകത്തിൽ നിഷ്കാമകർമ്മം കൊണ്ട് സമൂഹത്തെ സന്തോഷിപ്പിക്കുന്നവരാണ് സജ്ജനങ്ങൾ. ഇതിന് ഉദാഹരണമായി ഭഗവാൻ ജനകാദികളെ പറയുന്നു. ജനകൻ മുതലായ രാജർഷികൾ രാജാവായിരുന്നു കൊണ്ട് തന്നെ ആഗ്രഹങ്ങളെല്ലാം ത്യജിച്ച് ഒട്ടലില്ലാതെ ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് ലോകജനതയെയും അതിലൂടെ പ്രകൃതിയെയും പോഷിപ്പിച്ചവരാണ്. ഇവരെല്ലാവരും തന്നെ സൃഷ്ടികർമ്മത്തെ അനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തും അർഹസി. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഈ സൃഷ്ടികർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി, അതായത് ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തിൽ നിന്നും ഒന്നും നേടാനില്ലെങ്കിലും ഞാനും സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചഘടകങ്ങളെയെല്ലാം കോർത്തിണക്കി പ്രവർത്തിപ്പിച്ച് സൃഷ്ടിചക്രം താളം തെറ്റാതെ നിലനിർത്തുക എന്നുള്ള ശ്രേഷ്ഠ കർമ്മം ഭഗവാൻ മറ്റുള്ളവർക്ക് മാതൃകയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. പ്രകൃതിയിലെ ഘടകങ്ങളെല്ലാം, അതായത് സൂര്യചന്ദ്രാദികളും അവയുടെ ഉദയാസ്തമയങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഋതുഭേദങ്ങളും ഒക്കെ തന്നെ ഒരേ ക്രമത്തിലാണ് നടക്കുന്നത്. ഇവയെയെല്ലാം ക്രമം തെറ്റാതെ താളം തെറ്റാതെ നിയന്ത്രിച്ചുകൊണ്ട് മടിയില്ലാതെ ഭഗവാൻ പരിപാലിക്കുന്നത് കൊണ്ടാണ് നാം ഈ ലോകത്തിൽ എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ സാധിക്കുന്നത്. ഇതിനെ മനസ്സിലാക്കി നാമും ലോക നന്മയ്ക്ക് വേണ്ടി പ്രകൃതിക്കനുസരിച്ച് ഞാൻ എന്ന സ്വാർത്ഥഭാവം വിട്ട് യജ്ഞഭാവത്തോടെ കർമ്മം ചെയ്യാൻ നാം ശ്രമിക്കണം. പ്രകൃതിയിലെ 3 ഗുണങ്ങൾ സത്വരജതമോ ഗുണങ്ങളാണ് നമ്മെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സത്വഗുണം സത്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. തമോ ഗുണം അജ്ഞതയും അലസതയും വളർത്തുന്നു. രജോ ഗുണം കാമക്രോധാദികൾ കൊണ്ട് നാശത്തിലോട്ട് നയിക്കും. ഇതിനെ മനസ്സിലാക്കാത്ത അഹങ്കാരിയും മൂഢനുമായ മനുഷ്യൻ എപ്പോഴും താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഗുണങ്ങൾക്കനുസരിച്ച് മനസ്സിൻ്റെ പ്രേരണ കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ ഞാൻ ചെയ്യുന്നു എന്ന് അഹങ്കരിച്ച ഫലത്തിനെ അനുഭവിക്കുന്നു. ഇതിനെ മനസ്സിലാക്കി കർമ്മങ്ങൾ പ്രകൃതി എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, ഇത് ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യണം എന്നുള്ള ഭാവത്തോടെ ചെയ്യുന്നവനെ കർമ്മഫലം ബാധിക്കുന്നില്ല. എപ്പോഴും സ്വന്തം ധർമ്മത്തെ ആത്മാർത്ഥമായി ലോക നന്മയ്ക്ക് വേണ്ടി നാം ചെയ്യണം. തുടർന്ന് ഭഗവാൻ പറയുന്നു, എത്ര ജ്ഞാനിയായാലും ശ്രേഷ്ഠനായാലും രജോ ഗുണം വർദ്ധിച്ചാൽ മനസ്സ് അവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. രജോ ഗുണത്തിൽ നിന്ന് അടങ്ങാത്ത കാമവും ആഗ്രഹങ്ങളും ഈ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ക്രോധവും ഉണ്ടാകുന്നു.
ഈ കാമക്രോധാദികൾ ജ്ഞാനത്തിനെ പൂർണ്ണമായും മറയ്ക്കുന്നു. ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ ശത്രുവാണ് രജോ ഗുണവും അതിൽ നിന്നുള്ള കാമക്രോധാദികൾ. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. അതുകൊണ്ട് ഈ കാമക്രോധാദികൾ മനസ്സിൽ പ്രവേശിക്കാതെ ഭഗവത് ചിന്തയോടുകൂടി ഭഗവത് സ്മരണയോടുകൂടി മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കണം. അതിന് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ മനസ്സിൽ വരുന്ന അറിവുകളെയും വികാരങ്ങളെയും സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് വിലയിരുത്തി നല്ലതിനെ മാത്രം സ്വീകരിക്കുകയും കാമക്രോധാദികളെ തള്ളിക്കളയുകയും ചെയ്ത് ആത്മനിയന്ത്രണത്തോടെ ജീവിച്ചാൽ രജോ ഗുണവും ക്രോധാദികളും നമ്മിൽ നിന്ന് പൂർണ്ണമായും മാറിക്കിട്ടും. ഇതിനെയാണ് ഭഗവാൻ പറയുന്നത് ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഭഗവാൻ ഈ ഉപദേശങ്ങളോടെ 3-ാം അധ്യായം കർമ്മയോഗം പൂർണ്ണമാക്കുകയാണ്. ഈ ഉപദേശങ്ങൾ സ്വീകരിച്ച നാമും സ്വധർമ്മത്തെ ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വരാർപ്പണമായി ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങാം. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.